ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മൂലം നക്ഷത്രം, പൂരാടം, ഉത്രാടം, തിരുവോണം. അതിന് 3 ദിവസം മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം ഇത് തന്നെയാണല്ലോ. ഇന്നത്തെ ദിവസത്തിനുള്ള മറ്റൊരു പ്രത്യേകത ഇന്ന് ഏകാദശിയാണ്. മൂലം നക്ഷത്രം, വെളുത്തപക്ഷം മൂലം. അതുകൊണ്ട് തന്നെ ഇന്ന് കല്യാണത്തിൻ്റെയും ഗൃഹപ്രവേശത്തിൻ്റെയും ഒക്കെ ബാഹുല്യമാണ്. ഗുരുവായൂരിൽ തന്നെ 400 മേലെ കല്യാണം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കോൾ ഉണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് തലശ്ശേരി. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 92 ഡിസംബർ 14 രാത്രി 2:22. നക്ഷത്രം ആയില്യം. അല്ല, മകം. 14-ാം തീയതി രാത്രി അല്ലേ? ആ, 15-ന്. ശരി. പിറ്റേന്നാൾ 15. ഇതാരുടേതാണ്? മകൻ്റെതാ. എന്താണ് മകനെ കുറിച്ച് അറിയേണ്ട വിഷയം? ഒന്നുമില്ല, സമയം ഇപ്പം നടക്കുന്നത് ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. അത് 26-11 മാസം വരെയുണ്ട്. അത് കഴിഞ്ഞാലാണ് നല്ല സമയം. പൊതുവേ ചന്ദ്രനിൽ രാഹു അത്ര നല്ലതല്ല. ഇപ്പം എവിടെയാ ഉള്ളത് ആള്? അവിടെ ഇപ്പം വേറെ കുഴപ്പമൊന്നും പറയുന്നില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. അത് ചന്ദ്രദശയിൽ പോയതല്ലേ, അത് പിന്നെ അങ്ങനെ അങ്ങ് പോയിക്കോളും. ഇപ്പം രാഹുവിൻ്റെ അപഹാരമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചന്ദ്രദശ ഇവിടെ തുടങ്ങിയത് 2023-ലാണ്. 23-ഓടുകൂടിയല്ലേ അങ്ങോട്ട് പോയത്. അപ്പോൾ ചന്ദ്രദശ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം രാഹുവിൻ്റെ അപഹാരം. ഇനിയിപ്പോൾ ഗുണം വരണം, നല്ല കുറച്ചുകൂടി ഉയർച്ച വരണമെങ്കിൽ ഈ 11-ാം മാസം കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലത് വരും. വിവാഹം നോക്കിയോ? വിവാഹം കഴിഞ്ഞതാ. വേറെ അതൊക്കെ നല്ല നിലയിൽ പോകുന്നില്ലേ? ഭാര്യ എവിടെയാണോ ഉള്ളത്? അല്ല, ഭാര്യ വീട്ടിലാ. ദൈവവിശ്വാസിയായ ഭാര്യ ആയിരിക്കും എന്നാണ് ഫലം. അല്ല, ഇപ്പം പക്ഷേ മൊത്തത്തിൽ ചില ഉള്ളവർക്കുണ്ട്, അല്ലാത്തവർക്കില്ല. അല്ല, ഇവിടെ ജാതകപ്രകാരം അല്ല, ഇവർ തമ്മിൽ നല്ല ബന്ധമൊക്കെ ഉണ്ടാവും. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. നല്ല വേറെ അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ലല്ലോ. അയാൾ ജോലി ചെയ്യുന്നുണ്ട്, കല്യാണം കഴിഞ്ഞു. ഇനി എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് നിങ്ങൾക്ക്? അതൊക്കെ എന്തോന്ന്, ഇതൊക്കെ ചെറിയ എന്താ പറയുക, ചള്ള് ചെക്കനല്ലേ നിങ്ങളെന്ന്. 33 വയസ്സ്, ഇനി എത്ര വയസ്സ്, എത്രയോ കാലം കിടക്കുന്നില്ലേ? അതൊക്കെ അങ്ങ് വീട്ടാനാവില്ല. അതൊക്കെ എന്താ പ്രശ്നം അതിന്? പിന്നെ കുറച്ച് ചിലവ് കൂടുതലുള്ളവനാണ്. അതുകൊണ്ട് കുറച്ച് അവൻ്റെ സ്വഭാവമാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റം വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെല്ലാം ഇപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ മാറും. പൈസ ചെലവാക്കുമ്പോ പറയും അത് വരും പോവും, അങ്ങനെയാ പറയും. അല്ല, അത് ശരിയല്ലേ, വരും പോവും. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ, വരും പോവും. പിന്നെ പണം ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് എന്താണ് കാര്യം? ഒന്നും അനുഭവിക്കാൻ കഴിയാതെ അവസാനം മരിച്ചു.
അയാളുടെ മോനും പിന്നെ ഇതേപോലെ ചെയ്തു, അവനും മരിച്ചു. പിന്നെ അങ്ങനെ 7 തലമുറയൊക്കെ ഒരു അനുഭവവും നല്ലൊരു ഡ്രസ്സ് പോലും ഇടാതെ എത്രയോ ആൾക്കാരുണ്ട്. അതിനെന്താ കാര്യമുള്ളത്? ഇനിയത്തെ തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന പരിപാടികളിൽ ഇപ്പം വളരെ കുറവല്ലേ. അവരവർ വേണ്ടത് അവരവരുണ്ടായിക്കൊള്ളുക. ലോകം മൊത്തം മാറിയില്ലേ. സമ്പാദിക്കുന്ന പരിപാടിയെല്ലാം ജനങ്ങൾ നിർത്തി. അതൊരു ഘട്ടം കഴിഞ്ഞിട്ട് പണം വരുന്നുണ്ടെങ്കിൽ മാത്രമേ സമ്പാദിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഉള്ള പൈസ മുഴുവൻ ഊറ്റിയരിച്ച് വെച്ചിട്ട് വേറെ എന്താണ് കാര്യം? ലോകം ഇനിയത്തെ കാലത്ത് എന്താണ് മക്കളുടെ സ്ഥിതി? മക്കളുടേതായ ലോകത്തായിരിക്കും. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമില്ല. മക്കളെ കൊണ്ടൊന്നും അല്ല, മക്കളെ കൊണ്ടെന്താണ് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. മക്കളെ കൊണ്ടൊന്നും നല്ലത് തന്നെ. അതല്ല പറഞ്ഞു, ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് കുറച്ച് നല്ലോണം അയാൾക്ക് ജീവിക്കാനുള്ള, അയാൾ അന്തസ്സായി ജീവിച്ചിട്ട് ബാക്കിയുള്ള ശരിയാക്കി വെക്കും. ഇനിയും സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എങ്ങനെ ഇപ്പോഴത്തെ ജോലിന്റെ എല്ലാം കാര്യമല്ലേ, അതുകൊണ്ട് അങ്ങനെ അതിപ്പോൾ ഒന്നിനും വലിയ ഉറപ്പൊന്നും ഇല്ല. അതൊക്കെ എന്താണ് ഇപ്പം, ഏത് കാര്യത്തിനാണ് മനുഷ്യനൊരു ഉറപ്പുള്ളത്? അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണോ അതേപോലെ, അത് പോയി കഴിഞ്ഞാൽ വേറെ നോക്കാം. അങ്ങനെ എന്തൊക്കെയോ അല്ലേ ഇപ്പം. അങ്ങനെയൊന്നും ചിന്തിച്ചാൽ തലമുണ്ടാക്കാൻ തുടങ്ങിയാൽ ആർക്കും ഒരു രക്ഷയും കിട്ടില്ല. സമാധാനം പോവും. വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എല്ലാം നല്ലതായി വരുമെന്ന് വിചാരിക്കാം. നല്ല ദൈവാനുഗ്രഹമുള്ള മകനാണ്, എല്ലാം നന്നായി വരും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഏറ്റവും ഭയങ്കര മുഹൂർത്തമുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് ഇതൊക്കെ നടക്കുന്നു. ഗുരുവായൂർ ഇന്ന് പ്രത്യേകിച്ച് ഏകാദശി ആയതുകൊണ്ട്, ശുക്ലപക്ഷത്തിലെ ഏകാദശി, കൃഷ്ണൻ്റെ പിറന്നാളും ഇങ്ങെത്തിപ്പോയി. ഇങ്ങനെ എന്താണ് പറയുക, ഭഗവാൻ കൃഷ്ണനെ കൊണ്ട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഭഗവാന്റെ ഇപ്പോഴും കൃത്യമായിട്ട് എന്താണ് മുറുകെ പിടിച്ച ഭക്തനെ കൈവിടാതൊരു മൂർത്തിയാണ് കൃഷ്ണൻ. പക്ഷെ കൃഷ്ണനുമായിട്ട് കണക്ഷൻ കിട്ടിയ ആളുകൾ കുറവായിരിക്കും. അവർക്ക് മാത്രമേ ഞാനൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അവരൊക്കെ നടയിൽ പോയിട്ട് എന്ത് കാര്യം പറഞ്ഞാലും നടപ്പിലാക്കി കൊടുക്കുന്ന ആൾ തന്നെയാണ് കൃഷ്ണൻ. പക്ഷെ അത് എല്ലാവരുടെ കാര്യത്തിലും ശരിയാവില്ല. ഈ പണ്ട് മലപ്പുറത്തുള്ള ഒരു പയ്യൻ പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അപ്പോൾ ഈ ചിലവർക്ക് ശരിയാവാത്തത് എന്താണ്? അത് അവരുടെ മുജ്ജന്മവും പിന്നെ ഈ ജന്മത്തിലുള്ള അവരുടെ കറതീർന്ന ഭക്തിയുമാണെന്നാണ് പറയുന്നത്. കൃഷ്ണൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകതയുള്ളത് ഞാൻ മനസ്സിലാക്കി, യഥാർത്ഥ ഭക്തർക്ക്, പ്രത്യേകിച്ചും കഴിഞ്ഞ ജന്മത്തിലും ബന്ധമുള്ള ആളുകൾക്ക് അവിടെ എത്തുമ്പോൾ കണ്ണിൽ നിന്നും ധാരധാരയായി വെള്ളം വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു കോൾ ഉണ്ട്, അതിനുശേഷം ഇതിലേക്ക് വരാം. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 31/1/1980. സമയം പറയൂ. പുലർച്ചെ 3:30. പുണർദ നക്ഷത്രം നിങ്ങളുടെ തന്നെയാണോ? അല്ല, ഭർത്താവിന്റെ ആണ്. ഭർത്താവിന്റെ. എന്താണ് ഭർത്താവിനെ കൊണ്ട് അറിയേണ്ട വിഷയം? അല്ല, ഇപ്പോഴത്തെ സമയം അറിയാൻ വേണ്ടിയിട്ടാണ്. സമയമൊന്നും നല്ല നിലയിൽ പോകുന്നില്ലേ? എന്താണ്? ശുക്രദശയാണ്. അതിൽ ഇപ്പം നടക്കുന്ന സൂര്യാപഹാരം കഴിഞ്ഞാലാണ് കൂടുതൽ ഗുണം വരിക. ശുക്രനിൽ സൂര്യാപഹാരം 27 7-ാം മാസം വരെയുണ്ട്. ഇനി 11 മാസം. അത് കഴിഞ്ഞാലാണ് ജാതകപ്രകാരം
ഈ ശുക്രൻ വളരെ ഉയർത്തി വിടുമെന്നാണ് പറയുന്നത്. ഇപ്പം എന്താണ്, വീടൊക്കെ ആയോ? ഇല്ല. വീടൊക്കെ ഈ ശുക്രനിലാണ് എടുക്കാൻ പറ്റുക. ഇപ്പം എവിടെയാണ് ജോലി? പിന്നെ ഷീറ്റിന്റെ വർക്കാണ്. എന്ത് ഷീറ്റിൻ്റെ? മറ്റേ റൂഫിന്റെ. ശരി ശരി. അത് നല്ലോണം പോകുന്നില്ലേ വീടിൻ്റെ? അതൊക്കെ ഇയാളുടെ പറ്റിയ പണി തന്നെയാണ്. വീട് നിർമ്മാണത്തിനുള്ള ജോലി, അതേപോലെ വേറെ സ്വർണ്ണക്കച്ചവടം, രത്നക്കച്ചവടം, ഇതൊക്കെ ശുക്രദശയിൽ പറ്റുന്നതാണ്. തുണിക്കച്ചവടം, അങ്ങനെ ഒരാളും മൊത്തം മുടിക്കൽ. എങ്ങനെ ലാഭം അങ്ങനെ എടുക്കൂല? ലാഭം എടുക്കാതെ ടൈം പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇയാളോട് അങ്ങനെ മഹാശുദ്ധനായാൽ ഈ കച്ചവടത്തിൽ മുമ്പോട്ട് പോവില്ല. കപടമൊന്നുമല്ലേ, വെറും ശുദ്ധനായ കച്ചവടം മുമ്പോട്ട് പോവില്ല. ഇയാൾ എങ്ങനെ ശുദ്ധനായാൽ എങ്ങനെയാ? ഇയാൾ 10 വ്യാഴം, അതുകൊണ്ട് കർമ്മം പിഴക്കരുത് എന്നുള്ള ഭയങ്കര വാശിയുണ്ടാവും. അത് ശരിയല്ല. അതൊന്നും ഒരു മനുഷ്യന് മുമ്പോട്ട് പോകണ്ടേ? ഇയാളുടെ ഏറ്റവും നല്ല കാലമാണ് വരാൻ പോകുന്നത്. അത് ഈ ഇനിയുള്ള 15 കൊല്ലമാണ് ഇയാളുടെ ഭയങ്കര ഉയർച്ച വരാൻ പോകുന്ന കാലം. അപ്പോൾ ആ ഉയർച്ച ഇയാൾ കുറച്ച് കണക്കിലെടുക്കണ്ടേ? പണിയെല്ലാം ഉണ്ടാവും, പക്ഷെ പൈസയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇതാണ് ഇയാൾ കുറച്ച് കൂടുതൽ ഈ 10 വ്യാഴമുള്ളവനായതുകൊണ്ട് വലിയ കർമ്മശുദ്ധി ഉള്ളവനാണ്. വളരെ നല്ല പെർഫെക്റ്റായിട്ട് മാത്രമേ വർക്കെല്ലാം ചെയ്യുകയുള്ളൂ. അപ്പം മറ്റേ എന്താണ് പറയുക, പിന്നെ കൃത്യമായ ലാഭം മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അതാണ് ഈ പ്രശ്നം. അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഒന്നും ബാക്കിയുണ്ടാവില്ലല്ലോ. ഇത് ഇനി അയാൾക്ക് കാലം വളരെ അനുകൂലമാണ്. അയാൾ ഇപ്പം ഏത് വാഹനമാണ് അയാൾ ഉപയോഗിക്കുന്നത്? വാഹനമൊന്നുമില്ല. എന്താണ് ഇയാൾ, എപ്പോഴാണ് ഇത്? കാർ എടുക്കേണ്ട സമയമാണ് വരാൻ പോകുന്നത്. ഇയാൾ എന്താണ് ഇത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ അയാളെ ഒന്ന് യൂട്യൂബ് കയറി ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറയൂ. ഇത് ഇപ്പോഴാണ് വാഹനം എടുക്കാനും വീടെടുക്കാനും ഒക്കെയുള്ള സമയമാണ്. ഇനിയത്തെ 15 കൊല്ലം ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും സൂപ്പർ ടൈം. ആ സൂപ്പർ ടൈം അയാൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും, അത്ര തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രായവും മാറുകയല്ലേ. ഇപ്പം തന്നെ 46 വയസ്സായി, 15 കൊല്ലം കഴിഞ്ഞാൽ 61 വയസ്സായി. പിന്നെ വരുന്നതൊന്നും വലിയ അങ്ങനെ ഇതല്ലേ, ഒരു ബോണസല്ലേ, കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. ഇപ്പോഴാണ് ശുക്രനിലാണ് പൊന്തി വരേണ്ടത്. അത് നല്ല ശുക്രനാണ്. അപ്പോൾ ആ ശുക്രൻ ഇയാളെ നന്നാക്കി എടുക്കും. എന്തായാലും മാറ്റം വരും. പക്ഷേ ഇയാളും കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഇങ്ങനെ വെറും ഇതായിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള ഗുണം കിട്ടാതായി പോകും. അപ്പോൾ അത് അയാളോട് പറയുക. ഇയാളിപ്പം വാഹനമൊന്നും അങ്ങനെയുള്ള വാഹനം വേണ്ട, അത് വേറെ കാര്യം. പക്ഷെ വീടൊക്കെ എടുക്കണ്ടേ? ഈ ശുക്രദശയിൽ വീടും വാഹനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശുക്രദശയിലാണ് പറയുന്നത്. അതിനൊക്കെ അനുകൂലമായ സമയമാണ്. അപ്പം ഇയാളെ മുടിക്കൊക്കെ കൂടുതൽ കറുപ്പ് നിറം അനുഭവപ്പെടും. അങ്ങനെ അതൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു മൊത്തത്തിൽ ആളൊന്ന് എന്താ പറയുക, ഒന്ന് ചൊങ്കനായി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, നിങ്ങൾക്കെപ്പോഴും ഇയാൾ ചൊങ്കൻ തന്നെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി ചൊങ്ക് വർദ്ധിക്കും. നമ്മളെ നാടൻ ഭാഷയിൽ ഗ്ലാമറൊക്കെ ഒന്ന് കൂടും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ സമയത്തിൻ്റെ ആനുകൂല്യമാണ്. അപ്പോൾ പിന്നെ ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ ആളല്ലേ? നമ്മളൊക്കെ കാണുന്നില്ല, വയസ്സായിട്ടും ഡെനിയുമൊക്കെ ഇട്ടിട്ടിങ്ങനെ നടക്കുന്നത്. ഇയാൾ എന്നെ കണ്ട് പഠിക്കാൻ പറയൂ കുറച്ച്. ഓക്കെ, ശരി. ഓരോ മനുഷ്യനും ഓരോ ജന്മമല്ലേ. അയാളുടെ ജീവിതം ജീവിച്ച് തീർക്കട്ടെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഭഗവാനെ എന്താണ് തുളസിക്കതിർന്നുള്ളി എടുത്ത് കണ്ണനൊരു മാലക്കൈന്നും അക്കാലത്ത് തന്നെ കണ്ണന് മാലയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. തുളസിമാല കണ്ണന് ഏറ്റവും പ്രധാനമാണ്. ഒരു തുളസീദളം നീ എൻ്റെ ഭക്തിപൂർവം എൻ്റെ പാദത്തിലേക്ക് സമർപ്പിച്ചാൽ
ഞാനത് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് വാസ്തവമാണ്. അത്തരത്തിലുള്ള ശരിക്കും നമ്മളെ ഭാരതത്തിലുള്ള ദേവിയും കൃഷ്ണനും തന്നെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ രണ്ട് ദൈവങ്ങൾ ഹിന്ദുമതത്തിൽ. അത് തന്നെയാണ്. പെട്ടെന്ന് ഫലം കാണിച്ചു കൊടുക്കുന്നവരും അവർ തന്നെയാണ്. ശിവനൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. ശിവൻ്റെ ഒക്കെ അത് വേറെ തലത്തിലാണ്. അത് പിന്നെ അയ്യപ്പൻ അങ്ങനെ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അവർക്കൊക്കെ പവറില്ലാന്നൊന്നും പറയില്ല. ഒക്കെ എല്ലാവർക്കും പവറൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷെ ഈ രണ്ട് പേരാണ് പിന്നെ കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ അടക്കി ഭരിക്കുന്നത് ഇവർ തന്നെയാണ്. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒരേപോലെ ആധിപത്യം. അതിൽ തമിഴ്നാട്ടിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ. ബാക്കി നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും, കേരളത്തിലാണെങ്കിൽ ഗുരുവായൂരമ്പലം, പിന്നെ തിരുപ്പതി, ആന്ധ്രാപ്രദേശിൽ പോയാൽ അങ്ങോട്ട് പോയാൽ പിന്നെ മധുര മുതൽ അങ്ങോട്ട് കൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെയും മഹാക്ഷേത്രങ്ങൾ. അങ്ങനെ അതേപോലെ തന്നെ പിന്നെ കാശി വിശ്വനാഥനും ശിവനും ഇല്ലാതല്ല ഒരുപാട് ക്ഷേത്രങ്ങൾ. ശിവൻ്റെയൊക്കെ പിന്നെ അതിൻ്റെ അപ്പുറം എന്താണ്. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കടവത്തൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. പേരൊന്നും വേണ്ട, പേര് പറയണ്ട, ഡേറ്റ് പറയൂ. ആ കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ആരാധന ഭൗതിക നേട്ടത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ആരാധനയും കൂടിയാണ് ഈ ദേവിയും കൃഷ്ണനും. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് തലശ്ശേരി. തലശ്ശേരി. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1998. എന്തോ അവിടെ ഒരു കുറച്ച് വോളിയം കുറക്കും. കേൾക്കാമോ? എന്തോ ശബ്ദം, എന്തോ ഒരു ശബ്ദം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല. 1998 മാസം ജനുവരി 8. സമയം 9:35 AM. കാർത്തിക നക്ഷത്രം. അതെ, കാർത്തിക നക്ഷത്രം. എന്തൊക്കെയോ ഉണ്ട് അവിടെ. നിങ്ങൾ കുറച്ച് മാറി നിൽക്കൂ. റോഡ് സൈഡിലാണോ? അതെ, റോഡ് സൈഡിലാണ്. കുറച്ച് മാറി നിൽക്കൂ, നിങ്ങൾ അകത്തേക്ക് പോകും. ഓക്കെ ശരി. ശരി. കാർത്തിക നക്ഷത്രം പിന്നെ ആരുടെ? ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? പെണ്ണിൻ്റെ ആണ്. പിന്നെ നിങ്ങൾ അറിയേണ്ട വിഷയം എന്താണ്? കല്യാണത്തിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കല്യാണം? അതെ, PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കല്യാണത്തിന്റെ എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു. ഇത് പെൺകുട്ടിയുടെ ആണോ? പെൺകുട്ടിയുടെ ആണ്. ഇപ്പം നടക്കുന്ന ശനിയുടെ അപഹാരം 28 മാസം വരെയുണ്ട്. രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ് ഇപ്പം നടക്കുന്നത്. പൊതുവേ ഈ സമയം അത്ര പോരാ. അത് കഴിഞ്ഞാലാണ് കല്യാണത്തിനൊക്കെ ഏറ്റവും അനുകൂലമായ സമയം. പിന്നെ വന്നാൽ കൊടുക്കണ്ട എന്നും പറയണമെന്നില്ല. ഇപ്പം നടന്നു കിട്ടാൻ കുറച്ച് വിഷമമാണ്. അല്ല,
27 28 അത് കുറച്ചുണ്ട്, 2 കൊല്ലം 1 മാസം ഉണ്ട്. അതുകൊണ്ട് അത് അത്രയും കാലതാമസം ഉള്ളതുകൊണ്ട്, പിന്നെ 7ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നതാണ് ജാതകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ചൊരു കാലതാമസം സർപ്പത്തിനൊരു ചുറ്റിക്കളി ഉണ്ടാവുമല്ലോ, അതിന് വേണമെങ്കിൽ പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഈ സ്കിന്ന് സംബന്ധമായ ഡിസീസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് വളരെയേറെ, അതുകൊണ്ട് തന്നെ കുളിക്കുന്നതൊക്കെ വളരെ താല്പര്യമുള്ള ആൾ തന്നെയല്ലേ? അതൊക്കെ മടി കാണിക്കരുതെന്ന് പറയണം. പഠിക്കുന്നില്ലേ? പഠനത്തിനൊന്നും കുഴപ്പമില്ലല്ലോ? പഠനം കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, PG ഇപ്പം ഇക്കൊല്ലം കഴിയും അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ B.Ed ആണോ നോക്കുന്നത്? അതിന്റെ PG ആണോ? ശരി ശരി. ആ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ അതെല്ലാം ശരിയായി വരുള്ളൂ ഏതാണ്ട്. ഇപ്പം 28 വയസ്സ്, ഇനി അപ്പം 30 വയസ്സ് കഴിയും അതൊക്കെ ഒന്ന് ശരിയായി വരാൻ. അപ്പോൾ അത് കഴിഞ്ഞാലാണ് നല്ല കാലവും ഈ ജാതകപ്രകാരം ഉള്ളത്. എങ്ങനെ? എന്താ ചോദിച്ചത്? ആര്? നമ്മളെ കല്യാണം? അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ നമ്മളിപ്പം അങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങളെ പ്രൊഫഷന് യോജിക്കുന്ന രൂപത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഡോക്ടറാണെങ്കിൽ പിന്നെ ഇപ്പൊ പ്യൂണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചേർന്ന സ്റ്റാറ്റസ് നോക്കണ്ടേ? പണ്ടാരോ പറഞ്ഞ സ്റ്റാറ്റസിന് കോട്ടസ് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അല്ല, പക്ഷെ ഞാൻ ഈ ജാതകത്തിൽ ഉള്ള കാര്യം പറഞ്ഞത് എന്താണ്, ഇത് നെഗറ്റീവും പോസിറ്റീവും ഉള്ള ജാതകമാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട, വ്യാഴം പിഴച്ചുപോയ ജാതകമാണ്. വ്യാഴം 12ൽ മറഞ്ഞു നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് ജ്യോതിഷി എന്നുള്ള രൂപത്തിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല ജാതകം. അതുകൊണ്ട് തന്നെ കുറച്ച് ദൈവികമായിട്ടും അങ്ങനെയുള്ള പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുന്നതായിരിക്കും ജീവിത വിജയത്തിന് നല്ലത്. പിന്നെ അല്ല, അത് എല്ലാത്തിനെയും ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അല്ലല്ലോ, പല കോമ്പറ്റീഷൻസും എല്ലാ മേഖലയിലും ഇല്ലേ ഇപ്പോൾ. പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ ഡോക്ടറൊക്കെ അവസ്ഥ. ഡോക്ടർമാരെല്ലാം ഇപ്പം പഴയ പോലെ ഒന്നല്ലല്ലോ. അതിൻ്റെ അകത്തും ചിലർ ഭയങ്കര ക്ലിക്കാവുന്നു, ചിലർ ക്ലിക്കാവുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജാതകം കുറച്ചൊരു കുഴപ്പം പിടിച്ച ജാതകമാണ്. അതിനെക്കുറിച്ചൊരു അവയർനെസ് വേണം. അല്ല, ഇപ്പം നിങ്ങൾ പഠിച്ചിരിക്കുന്ന മെഡിക്കൽ സയൻസാണ്, ഞാൻ പഠിച്ചിരിക്കുന്ന ആസ്ട്രോളജിയാണ്. ഓരോരുത്തരും ഓരോ കാര്യത്തിലാണല്ലോ. അപ്പോൾ എനിക്കതിൻ്റെ അകത്ത് മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡോക്ടറും അങ്ങനെ പറയാൻ പാടില്ലല്ലോ ആ രോഗിയോട്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇപ്പം പിന്നെ ക്യാൻസറുള്ള രോഗിയോട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ എന്ന് എടുത്തടിച്ച് പറയാതെ അത് മയത്തിലൊക്കെ പറയും. അപ്പോൾ അതുപോലെ ജാതകപ്രകാരം ഈ വ്യാഴത്തിൻ്റെ പിഴവ് ഈ ജാതകത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്ന ഒന്നും ആ ഭാഗത്തൊന്നും ചിന്തയുണ്ടാകുന്നത് നല്ലതാണ്. ജനസിയാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സ്വയം ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് കൃഷ്ണൻ, ഞാൻ പറഞ്ഞു കൃഷ്ണനെ കൊണ്ട്, കൃഷ്ണൻ്റെ ലീലകൾ അങ്ങനെ ഒരുപാട് ഞാൻ തന്നെ സ്വന്തം നിലയിൽ തന്നെ ഗുരുവായൂരുന്ന് പലതും അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. അതൊന്നും പിന്നെ മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്യാറില്ല. ഷെയർ ചെയ്തിട്ട് അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ ഈ കാളിദാസൻ പറഞ്ഞതുപോലെ, ദേവി നീ എൻ്റെ തലയിൽ എന്ത് വര വേണമെങ്കിലും വരഞ്ഞുകൊള്ളൂ,
അതായത് എനിക്ക് എന്ത് വിധി വേണമെങ്കിലും തന്നുകൊള്ളൂ, പക്ഷേ അരസികന്മാരെ മുമ്പിൽ എൻ്റെ കവിത ചൊല്ലിക്കരുത് എന്നാണ് കാളിദാസൻ ദേവിയോടുള്ള പ്രാർത്ഥന. അതായത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്തവരോട് നമ്മൾ സംസാരിക്കേണ്ടി വരിക, അതാണ് പോലും കാളിദാസൻ പറഞ്ഞ അതാണ് ഏറ്റവും വലിയ ദുരിതമെന്നാണ്. നമ്മളെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മളെ വേവ് ലെങ്ത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടി വരിക ജീവിതത്തിലെ മഹാദുരന്തമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാറില്ല. ഏതായാലും കൃഷ്ണൻ്റെ കാര്യത്തിൽ ഒന്നെനിക്ക് പറയാമല്ലോ, എനിക്ക് അനുഭവം കിട്ടിയത് കൊണ്ടും മറ്റ് എല്ലാവർക്കും നിങ്ങളിൽ പലർക്കും കൃഷ്ണൻ്റെ കാര്യത്തിൽ അങ്ങനെ അനുഭവം കിട്ടിയ ആളുകളുണ്ടാവും. അവർക്ക് എന്നെ പെട്ടെന്ന് ഞാനുമായിട്ട് കണക്റ്റ് ആവും, ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ അല്ലാതെ വല്ലവരും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഗുരുവായൂരപ്പനെ വിട്ട് കളിക്കണ്ട. ഗുരുവായൂരപ്പന് അങ്ങനെ ചില പ്രത്യേക സ്വഭാവങ്ങളും പ്രത്യേക കഴിവുകളൊക്കെയുള്ള ഒരു ആൾ തന്നെയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇത് കലികാലമാണ്, പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കൃഷ്ണാന്നും മനസ്സറിഞ്ഞ് വിളിച്ചാൽ മതി. ഓം ക്ലീം കൃഷ്ണായ നമഃ, അല്ലെ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്തരം മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നവരിൽ പെട്ടെന്ന് സംപ്രീതനാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണം. ഈ തിരുവോണവുമായിട്ടും മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം. പിന്നെ ഈ നമ്മളെ മിത്തിൽ മാറ്റം വരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാലാകാലമായിട്ടുള്ള നമ്മളെ ആ മിത്ത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇപ്പം ഉള്ള പുതിയ സോഷ്യൽ മീഡിയയിലെ തരംഗമാണല്ലോ നല്ലയാളായ ചവിട്ടി താത്തുന്ന്. എന്താണ് ഓണത്തിൻ്റെ സന്ദേശം എന്ന്, ഓണം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അതാണല്ലോ മാവേലി. ആ മാവേലി സമഭാവനയോടുകൂടി എല്ലാവരെയും ഭരിച്ചു. പക്ഷേ എന്നിട്ടെന്താണ് കിട്ടിയത്? ഒരു കുള്ളൻ, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറയുന്ന വാമനൻ. മുണ്ടനാണ്, 3 അടി പൊക്കേ ഉള്ളൂ. ശ്രീരാമന് 12 അടിയാണെന്നാണ് പറയുന്നത്. ഇത് 3 അടി പൊക്കം, ചവിട്ടിത്താത്തി കളഞ്ഞു കുള്ളം വന്നിട്ട്. അപ്പോൾ ഓണത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അധികം നല്ലവനായ ചവിട്ടിത്താത്തും, അതാണ്. അത് കറക്റ്റ്. അപ്പോൾ ആ മിത്ത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ആ മിത്തിനെ തൊട്ട് കളിച്ചാലൊന്നും ശരിയാവില്ല. അത് ജനങ്ങളെ മനസ്സിൽ ഉറച്ചു പോയ മിത്താ. ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. പറയൂ, എവിടുന്നാണ്? 7184 സമയം പറയൂ. കാലത്ത് 1:50. ആരുടേതാണ്? അവിട്ട നക്ഷത്രം. അറിയാൻ വേണ്ടി സാർ, എങ്ങനെയാണ്? ഓ, ഭാവിയിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി സാർ. ഭാവി എങ്ങനെയാണെന്ന് അറിയണം. ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ആള്? ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെ ഉണ്ട്. കച്ചവടം മോശമൊന്നുമില്ലല്ലോ, ഇപ്പം പോകുന്നില്ലേ? പോകുന്നുണ്ട്. എന്താണ് ഇയാൾക്ക് നല്ല ശനിയാണല്ലോ. ഇനി എന്തെങ്കിലും വേണ്ടത്ര തെളിച്ചം വരുന്നുണ്ടെങ്കിൽ 27 2-ാം മാസം മുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് വരും. 6 മാസം കഴിയട്ടെ. അത് കഴിഞ്ഞാൽ ശുക്രാപഹാരമാണ്. ഈ ശനിദശയിൽ ശുക്രാപഹാരം, ശനിദശയിൽ ശുക്രാപഹാരം വരുന്നുണ്ട്. അത് നല്ലതാണ്. എന്താണ് നിങ്ങൾക്ക്? ഓ,
ശനി ഉദ്ദേശിച്ച മോശമാണെന്ന് പറയുന്നുണ്ട്. അല്ല, ശനിദശ മോശമല്ലല്ലോ, ഉച്ചത്തിലുള്ള ശനിയല്ലേ. ആരാണ് മോശം എന്ന് പറഞ്ഞത് നിങ്ങളോട്? ഇവിടുന്ന് പറയുന്നുണ്ട് രാത്രിയിൽ എങ്ങനെ മോശമാണ്. ആര് പറഞ്ഞു നിങ്ങളോട്? ആരോഗ്യത്തിന് മോശമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു. ഇപ്പം ഉച്ചത്തിലുള്ള ശനിയാണോ? ഇപ്പം നിലവിൽ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലില്ല, ഇപ്പൊ ഒന്നും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇവിടെ തുലാൻ രാശിയിൽ നിൽക്കുന്ന ഉച്ചരാശി ശനിയുടെ ഉച്ചരാശിയാണ്. ആ രാശിയിൽ നിൽക്കുന്ന ആ ശനി കൊണ്ടല്ല എന്തെങ്കിലും അസുഖം വരുന്നുണ്ടെങ്കിൽ ചൊവ്വയെ കൊണ്ടായിരിക്കും അത് അസുഖങ്ങളൊക്കെ ഉണ്ടാവുക. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ശനി ഇയാൾക്ക് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഈ ശനിയിലാണ് ഇയാൾ ചെയ്യുന്ന പണി ഏത് രൂപത്തിലുള്ള കച്ചവടമാണ് ഇയാൾ ചെയ്യുന്നത്? ഇരുമ്പിന്റെ ഒക്കെ ബന്ധമുണ്ടല്ലോ. അത് ഇയാൾക്ക് അനുകൂലമായ കാര്യം തന്നെയാണ്. ശനിയിൽ ഇരുമ്പ്, എണ്ണ, മദ്യം ഇതൊക്കെ കൈകാര്യം ചെയ്താൽ നേട്ടമുണ്ടാവുമെന്നാണ്. പിന്നെ ഈ ശനിദശ ഇയാൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ഇയാളെ ഇപ്പോൾ ഈ പറയുന്ന ഇരുമ്പിന്റെ പരിപാടി ആയതുകൊണ്ട് സാമ്പത്തികമായിട്ടും ഇയാൾ മെച്ചപ്പെടും. വെറുതെ ഇങ്ങനെ പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിൽ അർത്ഥമില്ല. ആരോഗ്യ പ്രശ്നമുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ വല്ലാതെ പേടിപ്പിക്കും. പിന്നെ ആരോഗ്യം ഓരോ മനുഷ്യനും പ്രായം കൂടുന്തോറും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ലേ? അതല്ലാതെ വേറെ വലിയ മാരക രോഗത്തിന്റെ അങ്ങനെയുള്ള സൂചനകളൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഭയപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? എങ്ങനെയെങ്കിലും അയാൾ ജീവിച്ചു പോട്ടെ. ഏതായാലും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. വേണമെങ്കിൽ ഇന്ദ്രനീലം ഇടുന്നത് നല്ലതാണെന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ താല്പര്യമുണ്ട് എന്നെ വന്ന് കാണാൻ പറയൂ. ഓക്കെ 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 ശരി. അപ്പോൾ നമുക്ക് തിരുവോണം ഇങ്ങോട്ട് എത്തിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഉത്രാടം, ഒന്നാം ഓണം, ഉത്രാടപ്പാച്ചിൽ എന്തെന്നറിയില്ല. ജനങ്ങളും ഇന്നലെയൊക്കെ തലശ്ശേരിയിലൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പം 2 ദിവസം കൊണ്ട് എന്താവും അറിയില്ല. കുറച്ച് കടുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പം അത് ഇന്നും നാളെയും ഒക്കെ വർദ്ധിക്കാനാണ് സാധ്യത. പൈസയൊന്നും ഇല്ലാതെ ജനങ്ങളൊക്കെ പരാതി പറയുന്നുണ്ടെങ്കിലും കടയിലൊന്നും ഒരു തിരക്കിനും കുറവില്ല. ഭയങ്കരമായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. കച്ചവടക്കാർക്ക് നല്ല കാലം വരട്ടെ, അവർക്കും ജീവിക്കണമല്ലോ. ഇപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ കച്ചവടം നന്നായി കിട്ടിയാലല്ലേ അവർക്കും ഇതാക്കാൻ പറ്റുള്ളൂ. അവരെ ഹോട്ടലിലേക്കും പണി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും പണത്തിൻ്റെ ഒരു ഒഴുക്ക് കാണുന്നുണ്ട്. അത് ഏതായാലും നല്ല കാര്യം തന്നെ. കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ ഈ ഓണത്തിന് കുറച്ചുകൂടി ഒരു പൊലിമ കാണുന്നുണ്ട്. ഇന്നലെ ഒക്കെ ടൗണിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. മഴയും ഇല്ലെങ്കിൽ നല്ല ആഘോഷം നന്നായിട്ട് നടക്കും. പിന്നെ തട്ടമിട്ട കുട്ടികളുടെ ഡാൻസാണ് എടുത്തു പറയേണ്ട വേറൊരു സംഭവം. അങ്ങ് ഇൻസ്റ്റയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ റീലേ കാണാനുള്ളൂ. റീലുകളെ കൊണ്ടിപ്പോൾ അടിച്ച് പൊളിക്കുകയാണ് പിള്ളേരെല്ലാം. അൽഫയും ജേൻസിയൊക്കെ വടക്കേ ഇന്ത്യയിലടക്കം വെച്ച് പൊളിക്കുകയാണ്. എന്താണ് വടക്കേ ഇന്ത്യയിലെ പിള്ളേർക്കൊക്കെ മാറ്റം വന്നിരിക്കുന്നു. പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ അതിനെല്ലാം കാണുന്നത്. അവരൊക്കെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. പശു ബെൽറ്റ് കൗ ബെൽറ്റ് എന്നാണ് പറയുക. ഗുജറാത്ത് മുതൽ 7 സ്റ്റേറ്റുകൾ. ആ കൗ ബെൽറ്റിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. അവരൊക്കെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു, പഠനത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നാട് നന്മയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഓണം സമാഗതമായി. എല്ലാവരും ആഘോഷത്തിൻ്റെ മൂഡിലായിരിക്കുമെന്ന് എനിക്കറിയാം. ഓണാശംസകൾ അഡ്വാൻസായിട്ട് നേരുകയാണ്. നല്ല കുപ്പായൊക്കെ മേടിച്ചിട്ടിട്ട്
നല്ല നല്ല പൂക്കളമൊക്കെ ഇപ്പോൾ ഈ 10 റുപ്യ മുതൽ 1000 റുപ്യ വരെ കിട്ടുന്ന പൂക്കളങ്ങളുണ്ട്. അത് മേടിച്ചിടുന്നു. അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. പഴയ മോഡലായതുകൊണ്ടായിരിക്കാം. ജനസിക്കും അൽഫക്കും അത് മതിയായിരിക്കും ആ പൂക്കളം. എനിക്കെന്തോ ആ പൂക്കളം തീരെ പിടിക്കുന്നില്ല. അതിന് മാത്രം നിങ്ങൾ ചെയ്യല്ലേ. റെഡിമെയ്ഡ് പൂക്കളം മേടിച്ചിട്ട് ഇറയത്ത് ഇട്ടിട്ട് നമ്മളെ മാവേലിനെ പറയിപ്പിക്കല്ലേ. ഇത് ബാക്കി എന്തോ ആവട്ടെ, മറ്റേതൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ച് പോകട്ടെ. ഈ പൂവെങ്കിലും സ്വന്തം നിലയിലൊന്നും പൂക്കളും അതൊരു ഐശ്വര്യമാണല്ലോ. അത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയേണ്ടവർക്കും അതേപോലെ പരിഹാരങ്ങൾ ചെയ്യേണ്ടവർക്കും എന്നെ ബുക്ക് ചെയ്തിട്ട് നേരിൽ കാണാം. അല്ലാതെ അവർക്ക് ഓൺലൈനിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെയും ഫലങ്ങൾ അറിയാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. വീണ്ടും ഏവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം.